ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. അതും ഫ്രോസൺ ചപ്പാത്തി വെച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പുറത്തൊക്കെ ഉള്ളവർക്കും ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റമാണ്. അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ചപ്പാത്തിയാണ്. എനിക്കിവിടെ കിട്ടുന്നതിൽ ഇതാണ് നല്ലതായി തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് കിട്ടുന്നത് ഏതായാലും പ്രശ്നമില്ല. നമുക്ക് സമൂസ ഷീറ്റ് വാങ്ങുന്നതിൽ എനിക്ക് നല്ലതായി തോന്നിയതും ഇതാണ് കേട്ടോ. ഞാൻ ഈ ഒരു പാക്കറ്റ് വെച്ച് 2 തരം സ്നാക്കാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 മുട്ടയാണ്. ഇത് നല്ലതുപോലെ അടിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇത് ഒരു ചപ്പാത്തി എടുത്തിട്ടുണ്ട്. അത് അടിച്ചു വെച്ചിട്ടുള്ള മുട്ടയിൽ നന്നായി മുക്കിയെടുക്കാം. എല്ലാ ഭാഗത്തേക്കും മുട്ട എത്തുന്ന രൂപത്തിൽ തന്നെ ആക്കിയെടുക്കാം. ശേഷം ഒരു ചൂടായ പാനിലേക്ക് 1 സ്പൂൺ ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ചപ്പാത്തി മെല്ലെ വെച്ച് കൊടുക്കാം. പതുക്കെ മുക്കിയെടുക്കണം കേട്ടോ. ശേഷം ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള മസാല ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ മസാല ഇട്ട് കൊടുക്കാം. മസാലയുടെ റെസിപ്പി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിൽ കാണിക്കാത്തത്. മസാല ഇങ്ങനെ കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. വീണ്ടും ഒരു ചപ്പാത്തി എടുത്ത് മുട്ടയിൽ മുക്കി ഇതിന് മുകളിലായി വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലായി വീണ്ടും മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ പ്രോസസ്സിങ് തന്നെയാണ്. ഞാനിവിടെ 5 ചപ്പാത്തി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 6 or 7 ചപ്പാത്തി വെച്ച് ചെയ്യാവുന്നതാണ്. അതാകുമ്പോൾ ഇതിലും നല്ല തിക്കായിട്ട് കിട്ടും. 6 or 7 ചപ്പാത്തി വെക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സ്നാക്ക് നല്ല ലെയറായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ കാണാനും നല്ല ഭംഗി ഉണ്ടാവും. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു 5 ചപ്പാത്തി വെച്ച് ചെയ്തതാണ്. ഏറ്റവും അവസാനം ബാക്കി വന്ന മുട്ട ഉണ്ടല്ലോ, ഇതിന് മുകളിലായി ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും കൈകൊണ്ട് ഇങ്ങനെ ആക്കിയെടുക്കണം. ഫ്ലെയിം ലോ ആക്കി വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യേണ്ടതാണ്. എന്നാലും ഉള്ളൊക്കെ നന്നായി വെന്ത് കിട്ടുള്ളൂ. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ചപ്പാത്തി നന്നായി വെന്ത് വന്നിട്ടുണ്ടാകും. ആ ടൈം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ച് അതേ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 15 മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കി വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് മുറിച്ചിട്ട് കാണിച്ചു തരാം.
ഇതാ ഉള്ളൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ് കേട്ടോ. ഇനി ഇതേ ചപ്പാത്തി കൊണ്ട് ഞാനിവിടെ സമൂസ കൂടി ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു അടിപൊളി സമൂസ ഫ്രോസൺ ചപ്പാത്തി കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി ഒരു ചപ്പാത്തി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കത്രിക വെച്ച് തന്നെ മുറിച്ചെടുക്കുന്നുണ്ട്. ഒരു ചപ്പാത്തി കൊണ്ട് 4 സമൂസ ഉണ്ടാക്കിയെടുക്കാം. ഇതിങ്ങനെ കോണാക്കി മടക്കി ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. ഇത് ഒട്ടിക്കാൻ വേണ്ടി മൈദ കലക്കി ഒട്ടിച്ചെടുക്കേണ്ടതില്ല. ഇതിങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്താൽ തന്നെ ഒട്ടിക്കോളും. ഇനി ഞാൻ ഇതിലേക്ക് ചിക്കൻ്റെ ഫില്ലിംഗ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ശേഷം ഇത് സമൂസക്ക് മടക്കുന്നത് പോലെ തന്നെ മടക്കിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ആക്കിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാ സമൂസയും ആക്കിയെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ചൂടായ ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ചൂടായ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. എനിക്ക് സമൂസ ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ സമൂസേനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയത് ഈ ഒരു സമൂസയാണ്. ഇപ്പോൾ അധിക പേർക്കും മൈദ ഇഷ്ടപ്പെടാത്തവരാണല്ലോ. അവർക്ക് ഇതുപോലുള്ള സ്നാക്ക് കഴിക്കണമെന്ന് തോന്നിയാൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അതും ടേസ്റ്റിന് ഒട്ടും കുറവ് വരാതെ തന്നെ ഇങ്ങനെ ആക്കി കഴിക്കാവുന്നതാണ്. ഒരു പാക്കറ്റ് ഫ്രോസൺ ചപ്പാത്തി കൊണ്ട് 40 സമൂസ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതും വളരെ എളുപ്പത്തിൽ തന്നെ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.